ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് ആദ്യമായി പരസ്യ പ്രഖ്യാപനം നടത്തി ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്ന ഹൂതികളുടെ നേതാക്കളുടെ തലയെടുക്കും വരെ ഇസ്രായേലിന് വിശ്രമമില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. വളരെ നടുക്കുന്നതും ശക്തവുമായ പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിരിക്കുന്നത്. കാറ്റ്സിന്റെ പ്രഖ്യാപനം ഉണ്ടായത് അമേരിക്കയിലെ സന്ദർശനത്തോടനുബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: ഇന്നത്തെ ദിവസങ്ങളിൽ ഹൂതി ഭീകര സംഘടന ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ എന്റെ പരാമർശത്തിന്റെ തുടക്കത്തിൽ അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി, അവരുടെ നേതാക്കളെല്ലാം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി. ഞങ്ങൾ ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി. പിന്നീട് ഹമാസ് തലവനാക്കി വാഴിച്ച യഹ്യ സിൻവറിനെ വധിച്ച് മൃതദേഹം വരെ ഞങ്ങൾ ഇസ്രായേലിലെ ടെൽ അവീവിൽ എത്തിച്ചു. ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഞങ്ങൾ അന്ധരാക്കി. ഇറാനിൽ ഞങ്ങൾ ഇരുട്ടും ഭീതിയും വിതച്ചു. ഉൽപാദന സംവിധാനങ്ങൾ, ഊർജ്ജ ഉറവിടം, ആയുധശാലകൾ എല്ലാം ഞങ്ങൾ തകർക്കുകയും കേടുപാട് വരുത്തുകയും ചെയ്തു. ഞങ്ങൾ ഇസ്രായേലികൾ സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചു. സിറിയയിലെ മിലിറ്ററിയെ മുഴുവൻ തകർക്കുകയും ഭൂമിയിൽ ആ രാജ്യത്തെ ആയുധ വിമുക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. തിന്മയുടെ അച്ചുതണ്ടിന് ഞങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാ ശക്തികളെയും ഞങ്ങൾ തോൽപ്പിച്ചപ്പോൾ ആക്രമിക്കാൻ വരുന്നത് മറ്റൊരു ഇസ്ലാമിക തീവ്ര സംഘടന ഹൂതികളാണ്. യമനിലെ ഹൂതി ഭീകര സംഘടനയാണ് അവസാനമായി നിലകൊള്ളുന്നത്, കാറ്റ്സ് പറഞ്ഞു. യമനിലെ ഹൂതി ഭീകരന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ സഹോദര സംഘടനകളുടെ ഇന്നത്തെ അവസ്ഥ കാണുക. ആ വഴിയെ മാത്രമായിരിക്കും നിങ്ങളുടെയും അവസാനം. ഇസ്രായേൽ യമനിലെ ഹൂതികളുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും. ഞങ്ങൾ അവരുടെ നേതാക്കളെ ശിരച്ഛേദം ചെയ്യും. ഞങ്ങൾ ടെഹ്റാനിലും ഗാസയിലും ലെബനനിലും ഹനിയ, സിൻവാർ, നസ്രുള്ള എന്നിവരോട് ചെയ്തതുപോലെ ഞങ്ങളത് ഹൊദൈദയിലും സനയിലും ചെയ്യും, അമേരിക്കയിലെ ഒരു സായാഹ്ന ചടങ്ങിൽ കാറ്റ്സ് പറഞ്ഞു. പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ, ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും ചടങ്ങിൽ ഉണ്ടായിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള സംഘം ഒരു വർഷത്തിലേറെയായി ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ആക്രമിക്കുന്നു. ഇസ്രായേൽ ഒരു നാവിക ഉപരോധം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പലസ്തീനികൾക്കൊപ്പമാണ് യമനിലെ ഹൂതികളും. ജൂലൈ അവസാനം പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ടെഹ്റാനിൽ വെച്ച് ഇറാന്റെ അധികാരികൾ ഇസ്രായേലിനെ കൊലപ്പെടുത്തി. ആ ഒരു കൊലപാതകം മാത്രം മതി ഞങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഇറാൻ എത്ര ദുർബലമാണ് എന്നറിയാനെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഖത്തർ ആസ്ഥാനമായുള്ള ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷമാണ് യഹ്യ സിൻവറിനെ തലവനാക്കി ഹമാസ് പ്രഖ്യാപിച്ചത്. യഹ്യ സിൻവറിനെ കാട്ടിൽ കയറി വേട്ടയാടി പിടിക്കുന്ന ലാഘവത്തിലായിരുന്നു അയാളുടെ കേന്ദ്രത്തിലെത്തി കീഴടക്കിയത്. ബോഡിയുമായി ഇസ്രായേൽ പട്ടാളം ടെൽ അവീവിലെത്തി. ഇതുവരെ യഹ്യ സിൻവറിന്റെ മൃതദേഹം പോലും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. മാത്രമല്ല, മൃതദേഹം എന്ത് ചെയ്തു എന്ന് പോലും വ്യക്തമല്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്രായേൽ കൊണ്ടുപോയ യഹ്യയുടെ മൃതദേഹം ഹമാസിനെ സംബന്ധിച്ച് ഹറാമായിരിക്കുകയാണ്. അതിനാൽ തന്നെ യഹ്യയുടെ മൃതദേഹം തിരിച്ച് അവകാശപ്പെടുകയും വാങ്ങിക്കുകയും ഇല്ല എന്നാണ് അറിയുന്നത്. ഗാസയിലെ ഇസ്രായേൽ സൈന്യം യഹ്യ സിൻവറിനെ വധിച്ച ശേഷം പുതിയ തലവന്മാരെ ഹമാസ് നിയമിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹ്യ സിൻവറിനെ നഷ്ടപ്പെട്ടത് ഹമാസിന് മാരകമായ പ്രഹരമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.